പ്രശസ്ത പിന്നണി ഗായിക ലതികയുടെ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്ന പുസ്തകം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്തു. സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമ എന്ന് പറയുന്ന ദേവത പ്രസാദിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മോശമില്ലാത്ത പ്രസാദം കിട്ടും. അതാണ്. പക്ഷെ അതിനുള്ള ക്ഷമയുണ്ടാവണം. ആ ക്ഷമയുണ്ടാവണമെങ്കിൽ അവനവൻ്റെ കഴിവിലുള്ള അപാരമായിട്ടുള്ള ആത്മവിശ്വാസം, അഹങ്കാരമായി മാറാത്ത ആത്മവിശ്വാസത്തോടു കൂടി ആ ദേവതയെ ഉപാസിക്കുമെങ്കിൽ മാത്രമേ സിനിമ പ്രസാദിക്കുകയുള്ളൂ. ലതികയുടെ ജീവിതത്തിൽ എന്തെല്ലാം നിരാശകളാണ്. ഇപ്പോൾ റെക്കോർഡിങ്ങിന് റെഡിയായിരിക്കുന്ന ലതികയ്ക്ക് അന്വേഷിച്ച് പിന്നെ ഫോൺ വരുന്നില്ല. കാരണം അവിടെ വേറെ ചില പാരകളൊക്കെ വന്നു. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഒക്കെ വരും. പിന്നെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഇതൊന്നും ജീവിതത്തിനോട് ഒരു കൈപ്പോട് കൂടി ഇതൊന്നും കാണാൻ ലതികയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവവിശേഷമില്ല. ഇതൊക്കെ വരും പോകും എന്നൊരു ഫിലോസോഫിക്കലായിട്ട്, അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഫിലോസോഫിക്കലായിട്ട് അതിനെ കാണാനും ആത്മധൈര്യത്തോടുകൂടി നിൽക്കാനും, തിരിച്ചടികളുണ്ടാവും, വിഷമമുണ്ടാവും, പക്ഷേ വിഷമത്തിനപ്പുറത്തേക്കല്ല, ഐ വിൽ ഓവർകം എന്നൊരു വിചാരത്തോടു കൂടി നിൽക്കാൻ സാധിച്ചതിലെ ഏറ്റവും വലിയ പങ്ക് ഈ രാജേന്ദ്ര ബാബുവിന് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് മല പോലെ പിന്നിലുണ്ട് എന്നുള്ളൊരു ബോധമാണ് ലതിക തകരാതെ ഇവിടെ വന്നത്. 16-ാമത്തെ വയസ്സിൽ സംഗീത ലോകത്തെത്തിയ ലതിക 50 വർഷത്തെ തന്റെ സംഗീത ജീവിതത്തെ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നു. പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ ആദ്യ കോപ്പി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയായ റാണി മോഹൻദാസിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്നേഹമുള്ള മനുഷ്യരുടെ കൂടെ കൂടുക എന്ന് പറയുന്നതും അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതും കണ്ണു നിറയുന്ന ഒരു അനുഭവമാണ്. ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ മാത്രമാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ വേറെ ക്രൂരമായ ഒരു കാര്യത്തിലും ഞാൻ കൂട്ടില്ല, ഒന്നിനും ഞാൻ പോയിട്ടുമില്ല. സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കാറുള്ളൂ. സ്നേഹത്തിൻ്റെ കൂടെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. സ്നേഹം മാത്രമാണ് എൻ്റെ ശക്തി. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. പാടാൻ പോയിട്ടുണ്ട്, കുറേ ആൾ പാടിക്കൊണ്ട് നടന്നിട്ടുണ്ട്, കുറേ കാലം എഴുതിക്കൊണ്ടിരുന്നു. ഇന്ന് ചൈത്രം ഇവിടെ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ ടെലിഫോൺ ഓപ്പറേറ്ററിൻ്റെ വർക്ക് ചെയ്തത് ഞാൻ ഓർക്കുന്നു. ശാന്തി മാത്രമല്ല, എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രത്തിൽ പ്രൂഫ് റീഡറായിട്ട് വർക്ക് ചെയ്തു, എന്തൊക്കെയോ ചെയ്തു, ബസ് കണ്ടക്ടർ ചെയ്തു. ഇത് ചെയ്യാനൊന്നും ബാക്കിയില്ല. അപ്പോൾ സ്നേഹമാണ് എൻ്റെ ശക്തി, ചൈതന്യം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ പുസ്തകത്തിന് ഞാൻ വന്നത്. ബാബുവിന് പിന്നെ ലതികയെ ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് കാണുന്നത്. പിന്നെ ഇതിലെ ഈ ഗാനം എഴുതിയത് ഞാനാണെന്നുള്ളൊരു സന്തോഷം വേറെയുണ്ട്. അമരം എന്ന പടത്തിലെ പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു ട്യൂണൊന്നും പറയാതെ, ട്യൂണല്ലാതെ എഴുതിയ കവിതയാണ്. എഴുതിയിട്ട് ആ കുഞ്ഞു വീടിൻ്റെ ഉത്സവങ്ങൾ സ്വർഗമാകണേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീടെന്നാണ് ഞാൻ ആലോചിച്ചത്. എനിക്ക് സത്യപ്പോൾ വന്ന് പലപ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതാറ്. കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ട് കളിവീടൊക്കെ ഞാൻ എഴുതുമ്പോൾ പാടുമ്പോഴൊക്കെ ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ചടങ്ങിൽ ഗാന്ധി ഭവൻ ഡയറക്ടർ ഡോക്ടർ സോമരാജൻ അധ്യക്ഷ പദവി അലങ്കരിച്ചു. കൂടാതെ പ്രൊഫസർ അലിയാർ, GR ഇന്ദുഗോപൻ, സംഗീത സംവിധായകൻ ആൽബർട്ട് വിജയൻ, ഗായിക പുഷ്പവതി, S രാജേന്ദ്രബാബു തുടങ്ങിയവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ലേബലാണ് ഭരതൻ ചിത്രങ്ങളിലെ ഗായിക, അങ്ങനെ ഒരു ലേബലുണ്ട്. അല്ല, അതൊരു ഭാഗ്യമായിരുന്നു. ഭരതേട്ടനാണ് ഇപ്പോൾ ഈ ഹൃദയരാഗ തന്ത്രി മീട്ടി എന്നുള്ള പാട്ട് ആ ട്യൂണിൽ തന്നെ വേണം എന്ന് പറഞ്ഞ്, അതായത് ശരിക്കും ഗുഡി എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിലെ ഒരു പാട്ടാണ്, ഹംകോ മൻ കി സച്ചിദേന, അതിൻ്റെ ട്യൂൺ. അപ്പം കൈതപ്പൻ സാർ എഴുതിയ അത് കറക്റ്റായിട്ട് വന്ന് അങ്ങനെ പാടിയൊരു പാട്ടാണ്. അനുസരിച്ച് ശരിക്കും അന്ന് പാടി എത്ര വർഷമായി, 36 വർഷത്തോളം ആയിട്ട്, 35 വർഷത്തിന് മുകളിലായി. അപ്പം ഞാൻ പാടി തുടങ്ങിയപ്പം ഇതിൽ പാടി തുടങ്ങി, സിനിമയിൽ പാടി തുടങ്ങിയത് 50 വർഷമായിട്ടുണ്ട്.
എൻ്റെ 60 വർഷത്തെ സംഗീതാനുഭവമാണ് ഈ ബുക്ക്. താളവട്ടം, വന്ദനം, ചിത്രം തുടങ്ങിയ പ്രിയദർശൻ ചിത്രങ്ങളിലെ ഹമ്മിങ് പാടിയിരിക്കുന്നത് ലതിക ടീച്ചറാണ്. ജനഹൃദയങ്ങളിൽ ഈ ഹമ്മിങ്ങുകൾ ഇന്നും മായാതെ നിൽക്കുന്നു. ഭരതൻ ചിത്രങ്ങളായ ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഒഴിവുകാലം, കാതോട് കാതോരം, ചിലമ്പ്, ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, വൈശാലി, അമരം, വെങ്കലം തുടങ്ങിയ ചിത്രങ്ങളിലെ ഹിറ്റുഗാനങ്ങളും ലതിക ടീച്ചർ ആലപിച്ചതാണ്.